Hello friends, welcome to our 𝙑𝙞𝙙𝙯 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖമാശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ആമസോൺ ICICI കാർഡ് കിട്ടിയതിൻ്റെ വീഡിയോ കാരണം കിട്ടണം നമ്മൾ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ യൂസർ ID കിട്ടാത്തതിൻ്റെ ഒരു ഇഷ്യൂ കാരണമൊക്കെ നമ്മൾ അതിൻ്റെ കുറച്ച് 2-3 വീഡിയോകളും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സീരീസ് പോലെ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയായിരിക്കും ആമസോൺ കൊടുക്കുന്നത് ആമസോൺ കാർഡ് കൊടുക്കുന്നത് ആമസോൺ എന്ന് വെച്ചാൽ ICICI ബാങ്കാണ്. അപ്പോൾ ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡ് എന്നാണ് അതിൻ്റെ പേര്. ആക്ച്വലി അത് കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ നോർമൽ ICICI ബാങ്കിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് ആക്ച്വലി ഈ കാർഡിൽ അവൈലബിൾ അല്ല. അതാണ് അതിൻ്റെ മെയിൻ കോണായിട്ട് വരുന്നത്. പക്ഷേ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഉണ്ട്. എന്ന് വെച്ചാൽ ഫ്രീ കാർഡാണ്. അതുപോലെ തന്നെ നമുക്ക് ആമസോൺ യൂസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് എനിക്ക് സംബന്ധിച്ച ഫ്രീ കാർഡാണ്. നമുക്ക് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും വേണ്ട. അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ വേറൊരു കുഴപ്പമാണ് നിങ്ങൾക്ക് അറിയായിരിക്കും ICICI ബാങ്കിൻ്റെ കാർഡുകൾക്ക് എപ്പോഴും ഓഫർ വരുന്നതാണ്. അതായത് ഇപ്പോൾ ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ഇപ്പോൾ എന്താ പറയുക ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ് സ്വിഗ്ഗി സൊമാറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് ICICI ബാങ്കിൻ്റെ ഓഫേഴ്സ് വരുന്നതാണ്. ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോർ ആയത് തന്നെ ഇപ്പോൾ റിലയൻസ് ഡിജിറ്റൽ ആയിക്കോട്ടെ അങ്ങനത്തെ ഓഫ്ലൈൻ സ്റ്റോർ റോം ആയിക്കോട്ടെ അതിലടക്കം നമുക്ക് ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനും ഡെബിറ്റ് കാർഡിനും ഒക്കെ ഓഫേഴ്സ് വരുന്നതാണ്. എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഓഫേഴ്സ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ആ ഓഫേഴ്സ് നമുക്കറിയായിരിക്കും ഈ ആമസോൺ പേ ICICI കാർഡിന് അത് അവൈലബിൾ അല്ല. അത് ആദ്യം നമുക്കിത് ഇറങ്ങിയ സമയത്തൊക്കെ കുറച്ച് കാലം അവൈലബിൾ ആയിരുന്നു. പക്ഷേ അത് പിന്നെ എടുത്ത് മാറ്റാനുണ്ടായി. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടും അവരൊരു കോബ്രാൻഡ് കാർഡ് ഇറക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആമസോൺ ICICI കാർഡ് ഉപയോഗിച്ചിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചിലല്ലേ. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് ആമസോൺ ICICI കാർഡിൻ്റെ കൂടെ വേറൊരു നോർമൽ ICICI കാർഡ് കിട്ടുകയാണെങ്കിൽ അത് ആക്ച്വലി നമുക്ക് ഈ ഇങ്ങനത്തെ ഓഫേഴ്സിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഒരു നല്ലതാണ്. എന്ന് വെച്ചാൽ ഏത് നേരം ICICI ബാങ്കിന് ഓഫർ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ ഇന്നലെയാണ് നമ്മൾ നോക്കിയത്. ഇന്നലെ ആക്ച്വലി നമ്മുടെ നിങ്ങൾക്കറിയായിരിക്കും മൊബൈൽ ആപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു പ്രീ അപ്രൂവ്ഡ് ഓഫർ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ എനിക്ക് ആക്ച്വലി 2 ആഴ്ചയായിട്ടുള്ളൂ നമ്മുടെ ആമസോൺ ICICI കാർഡ് എടുത്തിട്ടാണ്. അപ്പോൾ നോക്കിയപ്പോൾ അടുത്ത വേറൊരു പ്രീ അപ്രൂവ്ഡ് ഓഫറായിട്ട് നമ്മുടെ ICICI ബാങ്കിൻ്റെ കോറൽ ക്രെഡിറ്റ് കാർഡ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് പ്രീ അപ്രൂവ്ഡ് ഓഫറാണ്. അപ്പോൾ നമുക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ എന്താ പറയുക അതിൽ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ജസ്റ്റ് കൊടുക്കുക വേണ്ട, വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഓൺലൈനിൽ തന്നെ ആപ്പിൽ കൂടെ തന്നെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക വേണ്ട. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അത് കൊടുത്തു. എന്ന് വെച്ചാൽ അത് ഫ്രീ കാർഡല്ല കേട്ടോ, വേറെ കാര്യം. അതിന് ചാർജ് ഉണ്ട്, മന്ത്ലി ആനുവൽ ഫീ ഉണ്ട്, ജോയിൻ ഫീസും ഉണ്ട്, 500 + GST ആണ് വരുന്നതുകൊണ്ട്. അതൊരു എനിക്ക് കിട്ടിക്കുന്നത് നമ്മുടെ എന്താ പറയുക ഒരു ട്രാവൽ കോറൽ കാർഡാണ്. അങ്ങനത്തെ കോറൽ കാർഡ് കുറേ മോഡലുണ്ട്. കറക്റ്റ് എനിക്ക് മെസ്സേജ് കാര്യങ്ങളും വന്നിട്ടില്ല. നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിലും ആപ്പിലും കാണിക്കുന്നത് ട്രാവൽ കോറൽ കാർഡ് എന്നാണ്. അത് നോർമൽ കോറൽ കാർഡാണോ എന്ന് വെച്ചാൽ ജെറ്റ് എയർവേസിൻ്റെ ഒക്കെ ഒരു കോറൽ കാർഡ് ഇവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയൊരു മോഡലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും കോറൽ കാർഡാണ്. അപ്പോൾ കോറൽ കാർഡ് എന്ന് പറയുന്നത് ഒരു ബേസിക് കാർഡ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ തന്നെ കുറേ മോഡലുകളുണ്ട്. ട്രാവൽ കാർഡ് ഉണ്ട്, അതിൻ്റെ ഫ്യൂൽ കാർഡ് ഉണ്ട്, HPC ആയിട്ടുള്ള കാർഡ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാർഡുകളുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിക്കുന്നത് ആക്ച്വലി ഇപ്പോൾ കോറൽ കാർഡാണ്. ലിമിറ്റ് വന്നിരിക്കുന്നത് 2,50,000 സംതിങ് തന്നെ ഒരു ലിമിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയാണ് ഞാൻ ആക്ച്വലി ഇത് കൊടുത്തത്, ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്തത്. ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇപ്പോൾ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്രൂവ് ആയെന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എനിക്ക് തോന്നുന്നു അത് അപ്രൂവ് ആയെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി തന്നെ നമുക്ക് എന്താ പറയുക ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ മെയിലിൽ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും ഫസ്റ്റ് അവരുടെ ചിലപ്പോൾ ഇടയ്ക്ക് മെയിൽ വരാറുണ്ട്, ഇങ്ങനത്തെ ഒരു സെറ്റിങ്സ് ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് മെയിൽ വരാറുണ്ട്. എന്ന് വെച്ചാൽ RBI റൂൾ പ്രകാരം നമ്മുടെ കാർഡ് ഡിസേബിൾ ആയിരിക്കണം, എന്നിട്ടാണ് നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു റൂളുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്ന സ്ഥിതിക്ക് നമ്മുടെ ചാനൽ പുതിയൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. അതുപോലെ നല്ല സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഞാൻ എന്തായാലും നമ്മളിപ്പോൾ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇടാം. ഞാൻ എന്തായാലും നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആപ്പിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇമെയിലിൻ്റെയും ബാക്കിയുള്ള സംഭവത്തിൻ്റെയൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. എൻ്റെ ഓൾറെഡി മൊബൈലിലും അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ്ങിലൊക്കെ സംഭവം കാണിച്ചു തുടങ്ങി. അപ്പോൾ വെർച്വൽ കാർഡ് ഓൾറെഡി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പർച്ചേസിങ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിൽ എന്തായാലും ഈ ആഴ്ച കഴിയാനായിട്ട് മുമ്പ് എനിക്ക് തോന്നുന്നത് ഫിസിക്കൽ കാർഡ് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ആമസോൺ പേ കാർഡ് 2 ദിവസം കൊണ്ട് കിട്ടി. ഞാൻ ആക്ച്വലി ഇവർക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ ഡാർട്ട് കൊറിയർ വഴി അയച്ചാൽ മതി എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം അയച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഇന്ത്യ പോസ്റ്റ് ആയിരുന്നു. സംഭവം 2 ദിവസം കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഡെലിവറിയും കാര്യമൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ പോണ വഴിക്കൊന്ന് കയറി വെച്ചപ്പോൾ സാധനം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസത്തിൽ തന്നെ കിട്ടിയ സാധനം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ 4 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഡെലിവറി ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബ്ലൂ ഡാർട്ടിനെ റെഫർ ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറിയില്ല, അവരൊന്നും റെസ്പോണ്ടും ചെയ്തിട്ടില്ല. അവർ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ടും കാണുന്നില്ല കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം ആക്ച്വലി ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിന് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ICICI കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻ കാർഡ് എന്നൊരു കാർഡ് എടുക്കാൻ പറ്റും നമുക്ക് ഓൺലൈൻ തന്നെ. അതും ജസ്റ്റ് നമ്മുടെ ആപ്പിൽ കൂടെ തന്നെ എടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളിതൊന്ന് ന്യൂസ് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ നമ്മുടെ കോറൽ കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സിങ് നമ്മൾ റീസെൻ്റ്ലി ഈ ആഴ്ച ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ചിലപ്പോൾ കൂടുതൽ പറയാൻ പറ്റില്ല, മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ ആഴ്ചയായിട്ട് ലാസ്റ്റായിട്ട് തന്നെ നമുക്ക് ആ വീഡിയോ ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്നാലും നമ്മൾ വീഡിയോ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കോറൽ ക്രെഡിറ്റ് കാർഡിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ അൺബോക്സിങ് കാര്യത്തിൽ പറയാം, അല്ലെങ്കിൽ വെറുതെ ലെങ്ത് ആയി പോകും. അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതിൽ സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആമസോണിൻ്റെ പേജ് നമ്മൾ തുടങ്ങിയിട്ട് നമ്മുടെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ട് നമുക്ക് URL ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കും. എന്താ വെച്ചാൽ നമ്മൾ വെബ്സൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഹോം പേജും അതുപോലെ എല്ലാത്തിൻ്റെയും ഹോം പേജ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ടോപ്പ് 5 കാറ്റഗറിയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ സ്പീഡ് ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ നോർമൽ ടോക്കിംഗ് സ്റ്റൈൽ ഇതേപോലെയാണ്. ഞാൻ ഇടയ്ക്ക് സ്ലോ ആക്കാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റായിട്ട് വരും. അതാണ് കുഴപ്പം. അപ്പോൾ എന്നാലും നമ്മൾ വേണ്ടി അടുത്ത വീഡിയോ കാണാം. ബൈ.